ലവ് ബോംബിംഗ് ആണോ റിയൽ ലവ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള വഴികൾ എന്താണെന്ന് നോക്കാം. ലവ് ബോംബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ വളരെ ഡീപ്പ് ലവ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്കെപ്പോഴും അവരുടെ മെസ്സേജുകൾ വരും, നമ്മുടെ എല്ലാ കാര്യങ്ങളും അവരെ അന്വേഷിക്കും, ഭയങ്കര കെയറിങ് ആയിരിക്കും. അതുപോലെ നമുക്ക് നല്ല സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചു തരും. അവർക്ക് അവരുടെ സോൾമേറ്റ് ആയിട്ട് തോന്നും, നമുക്കും തോന്നും നമ്മളുടെ സോൾമേറ്റാണ്, നമ്മൾ ഇവരെ പരിചയപ്പെടാൻ ഇത്രയും വൈകിയത് എന്താണെന്നൊക്കെ. പക്ഷേ നമുക്കൊരു സ്പേസ് വേണം, ഇതിനിടയിൽ എവിടെയെങ്കിലും നമ്മളൊരു സ്പേസ് വേണമെന്നല്ല, ചെറുതായിട്ടൊന്ന് ബൗണ്ടറീസ് വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർ നമ്മളെ അതിൻ്റെ പേരിൽ നമ്മളെ കുറ്റപ്പെടുത്തും. ഇനി റിയൽ ലവ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും സംഭവിക്കുക? റിയൽ ലവ് നമുക്കൊരാളോട് യഥാർത്ഥത്തിൽ സ്നേഹം വരണമെങ്കിൽ നമുക്കതിന് സമയമെടുക്കും, നമ്മൾ പരസ്പരം മനസ്സിലാക്കണം, പരസ്പരം ഒരു വിശ്വാസം വരണം. എന്നാലാണ് നമുക്ക് റിയൽ ലവ് ഡെവലപ്പായിട്ട് പതുക്കെ പതുക്കെ വരുള്ളൂ. പിന്നെ റിയൽ ലവ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ സ്പേസ് കിട്ടും, നമുക്ക് ബൗണ്ടറീസ് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ റിയൽ ലവിലും ലവ് ബോംബിങ്ങിലും തമ്മിലൊരു പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ, റിയൽ ലവിൽ കൺസിസ്റ്റൻസി ഉണ്ടാവും. അതായത് നമ്മുടെ അടുത്ത് അവരെപ്പോഴും ഒരേപോലെയാണ് പെരുമാറുക. പക്ഷെ ലവ് ബോംബിങ് ആണെങ്കിൽ അവർ ഇടയ്ക്ക് നല്ല ഭയങ്കര സ്നേഹം കാണിച്ചിട്ട് ഇടയ്ക്ക് ഒരു ദിവസം പെട്ടെന്ന് ഇവരങ്ങ് മിസ്സാവും. നമ്മൾ അങ്ങോട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാനോ ഒക്കെ ശ്രമിച്ചു കഴിയുമ്പോൾ അവർ ചിലപ്പം വേറെ രീതിയിലായിരിക്കും നമ്മളടുത്ത് തിരിച്ച് പ്രതികരിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റിയൽ ലവ് സംഭവിക്കാൻ ദിവസങ്ങളെടുക്കും. ലവ് ബോംബിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു റോളർ കോസ്റ്റർ റൈഡ് പോലെയാണ്, അപ്സ് ആൻഡ് ഡൗൺസും ഒക്കെ ആയിട്ട് അങ്ങ് ഭയങ്കര ലൈവായിരിക്കും.